ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു MCBയെ കുറിച്ചിട്ടാണ്. ഓക്കെ, MCB നിങ്ങൾക്ക് അറിയാൻ പറ്റും, സാധാരണ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിനൊക്കെ ബ്രേക്കറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. MCB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, ഇത് നമ്മുടെ പണ്ടത്തെ ടൈപ്പാണ്. ഇത് ഫ്യൂസാണ് വരുന്നത്. ഓക്കെ, ഈ ഫ്യൂസാണ് നമ്മളിപ്പോൾ പുതിയ MCB ആയിട്ട് റീപ്ലേസ് ആയേക്കുന്നത്. ഓക്കെ, പഴയ ഫ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് വയർ ബേൺഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ വയറൊക്കെ കെട്ടാൻ നിൽക്കണം. ഇതൊന്നും വേണ്ട. MCB ആണെങ്കിൽ ആ ഡിസഡ്വാൻറ്റേജ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഓണാക്കി വെക്കുകയാണെങ്കിൽ ട്രിപ്പ് ആവുകയുള്ളൂ. എന്തെങ്കിലും ഹൈ കറണ്ട് കയറി വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു ബട്ടൺ ടോപ്പിലേക്ക് ആക്കിയാൽ മതി. ഓക്കെ, അതാണ് അഡ്വാൻറ്റേജ് MCBയുടെ. MCBയുടെ വർക്കിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ C6 B10 എന്നൊക്കെ എഴുതിയേക്കണം ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ 6 ആംസിൻ്റെ മീതെ കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടി പാസ് ആവുകയാണെങ്കിൽ ഈ MCB ട്രിപ്പ് ആവും. ഓക്കെ, അതായത് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ അപ്ലയൻസ് 6 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന അപ്ലയൻസിന് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് അനുസരിച്ച് ഇത് ട്രിപ്പ് ആവും. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് സോൾവ് ചെയ്തതിന് ശേഷം വേണം MCB ഓൺ ചെയ്യാൻ. ഓക്കെ, സാധാരണ RCCBയുടെ ഔട്ടാണ് ഇവിടേക്ക് വരിക, ഇൻപുട്ടിലേക്ക് വരിക. MCBയുടെ ഔട്ട്പുട്ട് നമ്മുടെ കണക്ഷൻ ലോഡിലേക്ക് പോകും. ലൈറ്റ്, സോക്കറ്റ് എല്ലാത്തിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. സെയിം തന്നെയാണ് ഇത് B10 എന്നാണ്. അപ്പോൾ 10 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യും. 10 ആംപിയറിന് എബോവ് കറണ്ട് വരുവാണെങ്കിൽ സർക്യൂട്ടിൽ ഇത് ഇതേപോലെ ട്രിപ്പ് ആവും. ഓക്കെ, ഇതാണ് ബേസിക് MCBയുടെ വർക്കിംഗ് വരുന്നത്. MCB ട്രിപ്പ് ആവുന്ന സാധാരണ 2 സിറ്റുവേഷൻസിലാണ്. ഒരെണ്ണം ഓവർലോഡും അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് സർക്യൂട്ടുമാണ്. ഈ 2 സിറ്റുവേഷൻസിലാണ് നോർമലി MCB ട്രിപ്പ് ആവുന്നത്. സാധാരണ നമുക്ക് ഹ്യൂമൻസിനൊക്കെ ഷോക്ക് അടിക്കുമ്പോഴത്തേക്കും എർത്ത് ലീക്കേജ് കറണ്ടാണ് വരുന്നത്. അതിനകത്ത് MCB ട്രിപ്പ് ആവില്ല. പകരം നമുക്ക് RCCB അല്ലെങ്കിൽ ELCB കണക്ട് ചെയ്തേക്കണം, അതാണ് ട്രിപ്പ് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് MCBയുടെ കണക്ഷൻ വേണമെങ്കിൽ, കണക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഹോം ഇലക്ട്രിക്കൽ വയറിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് MCBയും RCCBയും ഐസൊലേറ്ററും എല്ലാം വയറിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ MCB മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ അറിയേണ്ട കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമുക്ക് ഒരു MCB മേടിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കടയിൽ ചെന്നിട്ട് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് MCB എന്ന് പറയുകയുള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസോ എങ്ങനെയാണ് ഏറ്റവും നല്ല MCB സെലക്ട് ചെയ്യേണ്ട ഒന്നും നമുക്കറിയില്ല. ഓക്കെ, നമുക്ക് ആകെ പറയും 20 ആംപിയറിൻ്റെ 6 ആംപിയറിൻ്റെ 20 ആംസിൻ്റെ MCB മേടിക്കാൻ പറയും. നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് ജസ്റ്റ് മേടിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റീഡിങ്സും ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ 2 മാനുഫാക്ചേഴ്സിൻ്റെ MCB ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരെണ്ണം ലെഗ്രാൻഡ് ആണ്. ഓക്കെ, ഒരെണ്ണം LNT ആണ്. ഓക്കെ, ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും MCB മേടിക്കുകയാണെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡ്സിൻ്റെ മാത്രം മേടിക്കുക. LNT, ലെഗ്രാൻഡ് അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെ മാത്രം മേടിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അത് കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റഡ് അല്ല. ഓക്കെ, നമുക്ക് LNTയിൽ നോക്കാം. LNTയിൽ ഓക്കെ ഒരു ഇതുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ ഒരെണ്ണം മോഡൽ നമ്പറാണ്. ഓക്കെ, അത് നമുക്ക് പ്രിൻറ്റഡ് ആയിരിക്കും. LNTയുടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവരുടെ മാനുഫാക്ചറിൻ്റെ മോഡൽ നമ്പറാണ്. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് MCB കർവ് റേറ്റിംഗ് ആണ്. ഓക്കെ, ഇതിനകത്ത് B വരുന്നുണ്ട്, C വരുന്നുണ്ട്, D വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് ഓഫ് ദ ഡിവൈസ് ഇസ് ഇൻ ദ റേഞ്ച് ഓഫ് 3 to 5 times ഓഫ് ദ സ്റ്റാൻഡേർഡ് റേറ്റഡ് കറണ്ട്. ഓക്കെ, അതായത് 3 to 5 times ഓഫ് ദ സ്റ്റാൻഡേർഡ് റേറ്റഡ് കറണ്ട് ആകുമ്പോഴത്തേക്കും ഇത് ട്രിപ്പ് ആവും. പിന്നെ C ആകുമ്പോഴത്തേക്കും 5 to 10 ആവും. D ആകുമ്പോഴത്തേക്കും 10 to 20 ആവും. അപ്പോൾ ഈ MCBയുടെ ട്രിപ്പ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്ററായിട്ട് ട്രിപ്പ് ആവുകയാണെങ്കിൽ അത്രയും നമ്മുടെ ഡിവൈസൊക്കെ സേഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും B ടൈപ്പ് മേടിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ട്രിപ്പിംഗ് ടൈം കുറവാണ്. ഏറ്റവും കുറവുള്ളതാണ് B കർവ് എന്ന് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് MCBയിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ MCB എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ C6 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ C കണ്ടോ,
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേർവ്. ഓക്കെ, ഇതിപ്പോൾ സി ആണ്, എലാൻറ്റിയുടെ C6 എന്നാണ്. C6 എന്ന് പറഞ്ഞാൽ മറ്റേ കറണ്ട് റേറ്റിംഗ് ആണ്. ഓക്കെ, 6 ആംപിയർ ആണ്. ഇനി നമുക്ക് ലെഗ്രാൻഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബി ആണ്. ഓക്കെ, B10 ആണ്. ഇത് 10 ആംപിയറിൻ്റെ MCB ആണ്. ഓക്കെ, ഇത് ബി ആണ്, മറ്റേത് സി ആണ്. അതാണ് ആ റേറ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബി ആയിരിക്കും നല്ലത് എപ്പോഴും പെട്ടെന്ന് ട്രിപ്പ് ആവുന്ന രീതിയിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MCBയുടെ കറണ്ട് റേറ്റിംഗ് ആണ്. കറണ്ട് റേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 10 ആംപിയർ ആണോ 6 ആംപിയർ ആണോ നമ്മൾ മേടിക്കുന്നത്, എത്രയും നമുക്ക് കറണ്ട് റിക്വയർമെൻ്റ് ഉള്ളത് നമ്മൾ കണക്റ്റിംഗ് ലോഡ് വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ മേടിക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ സാധാരണ ലൈറ്റ്സിലേക്ക് മാത്രമാണ് പോയേക്കണമെങ്കിൽ 6 ആംസിൻ്റെ മേടിക്കണം. 10 ആംസ് ഒരു സോക്കറ്റും ഉണ്ട്, ലൈറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ 10 ആംസ്. പിന്നെ 20 ആംസ് 16 ആംസ് ഒക്കെ നമുക്ക് 16 ആംസിൻ്റെ പ്ലഗും AC യും ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ റേറ്റഡ് കറണ്ടുള്ള മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റേറ്റഡ് കറണ്ടിൽ മുകളിലാവുമ്പോഴത്തേക്കും അത് ട്രിപ്പാവും. ഓക്കെ, അതാണ് പറയുന്നത്. ഒരു 16 ആംസിൻ്റെ മേടിക്കുകയാണെങ്കിൽ 16 ആംസിൻ്റെ കറണ്ട് വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ കേർവ് അനുസരിച്ച് ട്രിപ്പാവും. ഓക്കെ, അപ്പോൾ 16 ആംസ് സോക്കറ്റിൻ്റെ അടുത്ത് നിങ്ങളൊരു 10 ആംസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ 16 ആംസിൻ്റെ ലോഡ് വലിക്കില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും ലോഡ് റൺ ആകുമ്പോഴത്തേക്കും. ഓക്കെ, അതാണ് ഈ റേറ്റിംഗ് കറണ്ട് വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ഓപ്പറേഷണൽ വോൾട്ടേജ് ആണ്, അത് വോൾട്ട്സിലാണ് പറയുന്നത്. ഓപ്പറേഷണൽ വോൾട്ടേജ് നമ്മുടെ നോർമലി വരുന്ന 240 ടു ഒരു 415 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ MCB നോക്കാം. കണ്ടോ, MCBയിൽ എഴുതിയിട്ടുണ്ട് 240 ടു 415 വോൾട്ടാണ് വരുന്നത്. സാധാരണ സിംഗിൾ ഫേസ് ഒക്കെ ആണെങ്കിൽ 240 മതിയാവും. 3 ഫേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 415 വരെ ഓപ്പറേഷൻ റേഞ്ച് ഉള്ളത് MCB നമ്മൾ മേടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഓപ്പറേഷൻ വോൾട്ടേജ് വരുന്നത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, MCB ബ്രേക്കിംഗ് കപ്പാസിറ്റി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഈ MCBയിൽ പ്രിൻറ്റഡ് ആയിരിക്കും 6000 10,000 എന്നൊക്കെ പറഞ്ഞ് പ്രിൻ്റ് കാണും. ഓക്കെ, നമുക്ക് MCB തന്നെ നോക്കാം. 2 MCB വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 6000 കണ്ടു. ഇതേപോലെ തന്നെ മറ്റേ MCB ലെഗ്രാൻഡ് 10 ആംപിയറിൻ്റെ MCBയിൽ കണ്ടു 10,000 കണ്ടു. ഇത് ആംസിൻ്റെ മെഷർമെൻ്റ് ആണ്, ആംപിയർ റേറ്റിംഗ് ആണ്. ഓക്കെ, 6000 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളത് 6 കിലോ ആംപിയറാണ് വരുന്നത്. 10,000 10 കിലോ ആംപിയറാണ് വരുന്നത്. ഓക്കെ, MCB ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 6 കിലോ ആംപിയറാണ്, 10,000 ആണ്. ഇതിപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കറണ്ട് വരെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉള്ള സിറ്റുവേഷനിൽ ഓക്കെ ഹൈ കറണ്ട് വരുവാണെങ്കിൽ ഇത് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ എത്ര കറണ്ട് വരെ ഇത് ബ്രേക്ക് ആവാതെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുള്ള റേഞ്ച് മേടിക്കുക. എപ്പോഴും 10,000 ഉണ്ടെങ്കിൽ 10,000 മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10,000 എന്ന് പറഞ്ഞ് പ്രിൻറ്റഡ് ആയിരിക്കും, നിങ്ങൾ നേരത്തെ കണ്ടു MCBയിൽ. ഓക്കെ, അപ്പോൾ 10,000 കിലോ ആംബിയേഴ്സ് വരെ കറണ്ട് MCBയിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന് എബോവ് ആയിട്ടുണ്ടെങ്കിൽ ആ MCB ബ്രേക്ക് ആവുള്ളൂ. ഓക്കെ, അതുവരെ വർക്ക് ചെയ്തോളും, പ്രോബ്ലം ഉണ്ടാവില്ല. ഓൾറെഡി ട്രിപ്പ് ആവും എന്നുണ്ടെങ്കിലും ആ കറണ്ട് അത്ര വരെ സപ്പോർട്ട് ചെയ്യും. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 കിലോ ആംബിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് MCB ബ്രേക്ക് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാതെയാവും. അതാണ് കൺസെപ്റ്റ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈ ഉള്ള മേടിക്കുക, നോർമലി 10,000 വരെ മേടിക്കുക. ഓക്കെ, പിന്നെ എനർജി ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഷോർട്ട് സർക്യൂട്ടും ഹൈ കറണ്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സർക്യൂട്ടിൽ ഒരു എനർജി ഉണ്ടാവും. ആ എനർജി എത്രത്തോളം നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ അപ്ലയൻസും നമ്മുടെ വയേഴ്സും ഒക്കെ സേഫ് ആയിരിക്കും, വയേഴ്സിൻ്റെ ഇൻസുലേഷനും എല്ലാം സേഫ് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ എനർജി ക്ലാസ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 3 ടൈപ്പ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ എനർജി ക്ലാസ്സിൽ 3 ടൈപ്സ് ഉണ്ട്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഈ എനർജി നമുക്ക് ലിമിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് 3 ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് 3 മോഡലുള്ള MCB നിങ്ങൾ മേടിക്കണം. ഇപ്പം ഞാനിപ്പോൾ കാണിച്ച MCBയിൽ നോക്കുക, ഈ 2 MCBയിൽ ഇതിനകത്ത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു ലെഗ്രാൻഡ് RX3 എന്ന് പറഞ്ഞ മോഡലാണ്, ഇതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. LNTയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇതാണ് വരുന്നത് ക്ലാസ് 3. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്ലാസ് 3 ഉള്ള മോഡൽസും മേടിക്കുക.
ഓക്കെ, അതായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ലിമിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിനകത്തുണ്ട്, ഇതിനകത്തില്ല. സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിപ്പോൾ ഓഫാണ്. ഓൺ ആകുമ്പോഴത്തേക്കും റെഡ് കളറാവും, ഓഫ് ആകുമ്പോഴത്തേക്കും ഗ്രീൻ കളറാവും. പിന്നെ അതിനകത്ത് ISI റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, കണ്ടോ, ISI റേറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. പ്രിൻ്റഡ് ആയിരിക്കും. ഇതിപ്പോൾ എല്ലാ മോഡൽസിലും ഉണ്ടാവും. ഇതിനകത്തും ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു MCBയുടെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിപ്പോൾ C6 എന്നാണ് പറയണത്. ഒരു MCB എടുത്തിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ C6 എന്നാണ് പറയണത്. ഇതാണ് മോഡൽ നമ്പർ വരുന്നത്, BA. ഓക്കെ, അതാണ് മോഡൽ നമ്പർ വരുന്നത്. പിന്നെ നമുക്ക് C6 എന്ന് പറഞ്ഞാണ് വരുന്നത്. C എന്ന് പറഞ്ഞാണ് നമ്മുടെ കേവ് വരുന്നതിനകത്ത്. ഓക്കെ, 5 to 10 times ആണ് ട്രിപ്പിംഗ്. C കർവ് വേണമെങ്കിൽ മോട്ടറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ല. ഓക്കെ, നമ്മുടെ നോർമൽ ലൈറ്റിന് നിന്നൊക്കെ ആണെങ്കിൽ B കർവ് ആണ് വയ്ക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് പിന്നെ നമ്മുടെ C6 ആണ്. 6 എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ MCBയുടെ കറണ്ട് റേറ്റിംഗ് വരും. MCBയുടെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും 6 ആംപിയർ ആണ് ഇത്. ഇതിനകത്ത് 6, 10, 16, 20 അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കണക്ഷൻ ലോഡ് എന്ന് വരിക നോക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള ആംപിയർ റേറ്റിംഗ് നമ്മൾ മേടിക്കുക. പിന്നെ ഓപ്പറേഷണൽ വോൾട്ടേജ് ആണ്. ഓപ്പറേഷണൽ വോൾട്ടേജിനകത്ത് 240 to 415 വോൾട്ടാണ്. ഓക്കെ, 3 ഫേസ് വരെ കണക്ട് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ MCB ബ്രേക്കിംഗ് കപ്പാസിറ്റി. ഓക്കെ, ബ്രേക്കിംഗ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു എപ്പോഴും 10,000 ഉള്ള മേടിക്കുകയായിരിക്കും അഡ്വൈസബിൾ. ഇനി 6,000 ഉള്ളുവെങ്കിലും പ്രോബ്ലം ഇല്ല. 10,000 കിട്ടുവാണെങ്കിൽ അതായിരിക്കും അഡ്വൈസബിൾ. ഇതിനകത്ത് 6,000 ഉള്ളൂ. 6,000 ആംപിയർ ആണ് എൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, 6,000 ആംപിയേഴ്സ് വരെ നമ്മുടെ കറണ്ടിനകത്ത് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യില്ല. ഓക്കെ, പിന്നെ എനർജി ക്ലാസ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് 3 ആണ്. ഓക്കെ, നമുക്ക് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതിനകത്ത് ക്ലാസ് 3 ആണ്. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ഓൺ ഓഫ് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ആണ്, ISI മാർക്കിംഗ് ആണ്. അതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നോർമൽ MCBയുടെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. നമുക്ക് നോർമലായിട്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് MCB വേണം, 6 ആംപിയറിൻ്റെ വേണം, 10 ആംപിയറിൻ്റെ വേണമെന്ന് പറഞ്ഞേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു നോളേജ് കിട്ടിക്കാണും ഈ സ്പെസിഫിക്കേഷൻസിൻ്റെ. ഓരോ പ്രിൻറ്റഡ് വേർഷൻസും എങ്ങനെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നത് എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Bye.